الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر صدق الله المولان العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അറിവിന്റെ പുലരിയിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയത് പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു അവനക്ക് പൊരുത്തപ്പെട്ട അമലായി നമ്മൾ ഓരോരുത്തരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആഴ്ചതോറും നടത്തി വരാറുള്ള ദിക്ർ ദുആ മജ്ലിസിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അള്ളാഹു നമ്മൾ ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തെ വളരെ ആദരവോടുകൂടെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദുൽഹിജ്ജ 1 രാവ് മുതൽ തന്നെ സൂറത്തുൽ ഫജ്ർ ഓതാൻ ആരംഭിച്ച ആളുകളും അതുപോലെ തന്നെ നോമ്പ് നോൽക്കാൻ തുടങ്ങിയ ആളുകളും ഒക്കെ ഉണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തെ അല്ലാഹു പ്രത്യേകമായി സൂറത്തുൽ ഫജ്റിൽ പ്രത്യേകമായി വലയാലിൽ അശ്ർ എന്ന് പറയപ്പെട്ട 10 ദിനരാത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് മഹാന്മാര് മുഫസ്സിരീങ്ങൾ അവിടുത്തെ കിതാബിലേക്ക് തഫ്സീറിലേക്ക് എഴുതി വെച്ചതായിട്ട് കാണാം. ഏതായാലും ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഉളൂഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ഒരിക്കലും നഖമോ മുടിയോ മുറിക്കാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസമായി കഴിഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങളെ ഉളൂഹിയ്യത്തിന്റെ മൃഗത്തിന് പറ്റുന്ന മൃഗങ്ങളെ കണ്ടാൽ പ്രത്യേകമായി തക്ബീർ ചൊല്ലണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തെ പ്രത്യേകമായി ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നൊക്കെ നമ്മെ പഠിപ്പിച്ചു. നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ് പ്രത്യേകമായി എടുത്തു പറഞ്ഞ രാത്രികൾ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ഈ ദിവസങ്ങൾ മുഴുവനും വളരെ ശ്രദ്ധിക്കേണ്ട രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരുപാട് നന്മകൾ നമ്മൾ കൊഴിയുകയും അതിലുപരിയായി തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് ഈ മാസത്തെ വല്ലാതെ ബഹുമാനിക്കണം എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതും, റമദാൻ മാസത്തെ എങ്ങനെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തെ നമ്മൾ പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും പിന്നീട് എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രത്യേകമായി വസിയത്ത് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ദുൽഹിജ്ജ അറഫ നോമ്പിനെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തിങ്കളാഴ്ച ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരോടൊപ്പം കൂട്ടുകൂടാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇലാ ഹളറത്തി ഹബീബി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തി സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം
وإلى حضرة سيدنا إسماعيل النبي عليه السلام، وإلى حضرة سيدنا إسحاق عليه السلام، وإلى حضرة سيدتنا سارة بيبي رضي الله عنها، وإلى حضرة سيدتنا هاجر رضي الله تعالى عنها، وإلى حضرة أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما هللناه وما ذكرناه وما مدحناه وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية أولا إلى حضرة حبيب سيدنا محمد صلى الله عليه وسلم. اللهم وإلى حضرة سيدنا خليل الله إبراهيم عليه السلام. اللهم وإلى حضرة سيدنا إسماعيل النبي عليه السلام. اللهم وإلى حضرة سيدنا إسحاق النبي عليه السلام. اللهم وإلى حضرة سيدتنا هاجر بيبي رضي الله عنها. اللهم إلى حضرة سيدتنا سارة بيبي رضي الله عنها. اللهم إلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين، خصوصا قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره. اللهم إلى حضرة سلطان العارفين أحمد الكبير الدفاعي قدس الله سره. اللهم إلى حضرة غريب نواز هند خواجة معين الدين الجستي الأجميري قدس الله سره. اللهم إلى حضرة أستاذنا مربنا قطب العالم رئيس الزاهدين إمام المشارق والمغارب المشهور أبي بكر السيم المدوري قدس الله سره. اللهم إلى حضرة مشايخنا يا رب العالمين. اللهم ارزقنا وارزق من تعلق بنا وارزق من أوصانا بالدعاء وارزق من سافروا منا حج بيتك الحرم ولزيارة روض نبينا محمد صلى الله عليه وسلم بلا طول زمان قبل أن تميتنا مع الصحة والراحة في العمد مرارا يا رب العالمين. أرحم رحيما يا ملك الجبار يا حي القيوم يا فتاها يا ستارا يا കൃപ كرنا واردي يا الله. സാധുക്കളായ ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്ത് മറ്റ് സൂറത്തുകൾ ദിക്റുകൾ തഹ്ലീലുകൾ സ്വലാത്തുകൾ ഖുർആനുകൾ പഠിച്ചോനെ എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അള്ളാഹുവെ സ്വീകരിക്കണേ അള്ളാഹ്. പഠിച്ചോനെ ഞങ്ങൾ ചൊല്ലിയതിലോ ഓതിയതിലോ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ വല്ല അദബകേടും സംഭവിച്ച് പോയെങ്കിൽ എല്ലാം പൊരുത്തപ്പെട്ട് മാപ്പാക്കി നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ കബൂലാക്കണേ അള്ളാഹ്. ചൊല്ലിയവരുടെയും ഓതിയവരുടെയും പേരും നാടും വീടും ഒക്കെ അനക്കറിയാലോ തമ്പുരാന്. ആ ചെല്ലുന്ന സമയത്ത് എന്ത് ലക്ഷ്യത്തിലാണ് അവർ ചെല്ലിയത്? അള്ളാഹു അവരെ ലക്ഷ്യം നീ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം റഹ്മാനെ. ചൊല്ലിയ മുഴുവൻ ആളുകൾ
ജനങ്ങളിൽ നിന്നും നീ പരിപൂർണമായി നിനക്ക് ഇഷ്ടപ്പെട്ട മഹാനരായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല അമലായി, പഠിച്ചവനായ ഇസ്ഹാഖ് നബിക്ക് ഇഷ്ടപ്പെട്ട അമലായി, ഇസ്മായിൽ നബിക്ക് ഇഷ്ടപ്പെട്ട അമലായി, നീ ഇഷ്ടപ്പെട്ട മുഴുവൻ മഹത്തുക്കൾക്കും ഇഷ്ടപ്പെട്ട അമലായി ചൊല്ലിയ ഓരോരുത്തരിൽ നിന്നും നീ കബൂലാക്കണം റഹ്മാനെ. പഠിച്ചവനെ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ കബൂലാക്കണേ അല്ലാ. പഠിച്ചവനെ ചൊല്ലിയതിൻ്റെ മിസ്ലു സവാബ് ഈ ഞങ്ങളുടെ ഈ അറിവിൻ്റെ പുലരിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ പല കൂട്ടുകുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. 7 എന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവർ, 14 എന്ന് ദുആരക്കാൻ പറഞ്ഞവർ, ആണ്ടിൻ്റെ ദിവസമാണെന്ന് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. പഠിച്ചോനെ മുഴുവൻ ആളുകളെ ഖബറുകളിലേക്കും ഇതിൻ്റെയൊക്കെ മിസ്ലു സവാബ് എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ അവരൊക്കെ ഖബറുകൾ നല്ല വെളിച്ചമുള്ള ഖബറുകളാക്കണം റഹ്മാനെ, സന്തോഷമുള്ള ഖബറുകളാക്കണം റഹ്മാനെ, റാഹത്തുള്ള ഖബറുകളാക്കണം റഹ്മാനെ. എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുക്കണം അല്ലാ, എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുക്കണം അല്ലാ. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഖബറുകളാക്കണം റഹ്മാനെ, സ്വർഗീയ മാലാഖമാരെ സാന്നിധ്യമുള്ള ഖബറുകളാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഒരു സെക്കൻഡ് പോലും അവരാരെയും നീ ഖബറിൽ ശിക്ഷിക്കല്ല റഹ്മാനെ. അള്ളാഹുവേ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ, ബുദ്ധിമുട്ടിലാക്കല്ല റഹ്മാനെ. അള്ളാഹുവേ അതുപോലെ അറിവിൻ്റെ പുലരിയിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ മുഴുവൻ കൂട്ടുകുടുംബത്തിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറുകളിലേക്കും പഠിച്ചവനെ ആഴ്ചയിൽ ചൊല്ലിയ ദിക്റിൻ്റെയും സലാത്തിൻ്റെയും ഖുർആനിൻ്റെയൊക്കെ മിസ്ൽ സവാബിനെ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ കണ്ണെത്താ ദൂരത്തുള്ള വിശാലത ഖബറിൽ നൽകണം റഹ്മാനെ. വിശിഷ്യ ഞങ്ങൾ ഓരോരുത്തരും മരിച്ച് അതുപോലത്തെ ഖബറിലേക്ക് വെക്കുന്ന ദിവസം വരാനുണ്ട്. ഹയ്യുൽ ഖയ്യൂമായ തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരെ ഖബറിലേക്കും ഞങ്ങളെ ജനാസ ആദ്യമായി വെക്കുന്ന ദിവസം അന്നത്തെ രാത്രിയിൽ ഞങ്ങളെ ഖബർ ജീവിതം തുടങ്ങുമ്പോൾ പഠിച്ചോനെ സന്തോഷത്തോടെ ഖബർ ജീവിതം തുടങ്ങാൻ പറ്റുന്ന അമലായി ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചൊല്ലിയതിൻ്റെയൊക്കെ സവാബ് നിന്നിലേക്ക് സമർപ്പിക്കുന്നു. അള്ളാഹുവേ ഇന്നത്തെ നന്മകൾ എഴുതുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കിതാബിലൊക്കെ ഈ നന്മകളൊക്കെ നീ എഴുതി തരണം റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരെ ഖബറിലേക്കും ഉപകാരമുള്ള അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അവിടുത്തെ ഉപ്പ ഖബറിലാണ്. അള്ളാഹു അവിടുത്തെ ഉപ്പാന്റെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ സവാബ് എത്തിക്കണേ അല്ലാ. അവരെ കൂട്ടുകുടുംബത്തിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറുകളിലേക്കും നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഉമ്മ അള്ളാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അവിടുത്തെ കുടുംബത്തെ പഠിച്ചോനെ നീ വലിയ ഖൈറിലാക്കണേ അല്ലാ. എല്ലാവിധ ശത്രുതയിൽ നിന്നും നീ കാവല് നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ വീടുകളിലെ കയ്യ് ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണം റഹ്മാനെ. അള്ളാഹുവേ ഈ വർഷം പരീക്ഷ എഴുതിയവരുണ്ട്, SSLC പരീക്ഷയിൽ വലിയ ഉന്നത വിജയം ലഭിച്ചവരുണ്ട്. അള്ളാഹുവേ ഇനിയും റിസൾട്ട് വരാനുള്ളവരുണ്ട്. എല്ലാവർക്കും പരിപൂർണമായ സന്തോഷത്തോടെയുള്ള വിജയം നൽകണം റഹ്മാനെ. പഠിച്ചോനെ ഈ വർഷം ഹിഫ്ള് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ മക്കളുണ്ട്. എല്ലാവർക്കും പരിപൂർണമായി എൻ്റെ പൊരുത്തത്തിലായി ഇഷ്ടത്തിലായി ഖുർആൻ ഹിഫ്ളാക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവേ മക്കളെ ദുസ്വഭാവം നന്നാകാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അവരൊക്കെ ഉപ്പാർക്കും ഉമ്മാർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും മഹ്ശറയിലൊക്കെ ഉപകാരമുള്ള നല്ല നല്ല മക്കളാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ കാരണമായി ഒരു സ്ഥലത്തും അവരാരെയും നീ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ കാരണമായി 2 ലോകത്തും നീ വിജയം നൽകണം അല്ലാ. പഠിച്ചോനെ ഭാര്യ ഭർത്താക്കന്മാർ ദുസ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരിക്കാൻ പറഞ്ഞവരുണ്ട്.
അല്ലാഹുവേ നല്ല ഖൈറായ നല്ല സ്വഭാവം നൽകണം റഹ്മാനെ. അള്ളാഹുവെ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളെ കൂട്ടുകാരുണ്ട്. അള്ളാഹു അവരെ ജോലിയിലൊക്കെ ഈ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചോനെ ബിസിനസ് പൊളിഞ്ഞ് പടച്ചോനെ വലിയ വലിയ ലക്ഷക്കണക്ക് കോടിക്കണക്കിന് റുപ്യ കടമുള്ള ആളുകളുണ്ട്. അള്ളാഹു അതൊക്കെ അല്ലേ ഈ സലാമത്തിലാക്കണം റഹ്മാനെ. അവർക്ക് നഷ്ടപ്പെട്ട സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അവരിലേക്ക് നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളൊക്കെ വീട് ഈ ബറക്കത്തുള്ള വീടുകളാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ പഠിച്ചവനെ വീടിന് കുറ്റിയടിച്ചവരുണ്ട്, വീട് വെക്കാൻ സ്ഥലം വാങ്ങിയവരുണ്ട്, അള്ളാഹുവേ വാടക വീടിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നല്ല സ്വന്തമായൊരു വീട് ഈ ഖൈറായ രൂപത്തിൽ നൽകണം റഹ്മാനെ. സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ പല പ്രയാസങ്ങളും പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സമീപിച്ചവരുണ്ട്. എല്ലാവർക്കും ഖൈറായ രൂപത്തിൽ അനുയോജ്യമായ നല്ലൊരു വീട് നൽകണം റഹ്മാനെ. അള്ളാഹുവേ വിവാഹപ്രായമെത്തിയ കുട്ടികൾ കല്യാണം കഴിക്കാൻ പഠിച്ചവനെ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ആൺകുട്ടികൾക്ക് നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ ഇണകൾ നൽകണം റഹ്മാനെ. പെൺകുട്ടികൾക്ക് നല്ല സ്വാലിഹീങ്ങളായ പഠിച്ചവനെ ഇണകളെ നൽകണം റഹ്മാനെ. അള്ളാഹുവെ കല്യാണം കഴിച്ച് വർഷങ്ങളായി കുട്ടികളില്ലാത്തവരുണ്ട്. അനുയോജ്യമായ ഖൈറാണെങ്കിൽ നല്ല മക്കളെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. പഠിച്ചവനെ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി ആ മക്കളൊന്ന് നന്നായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉമ്മമാര് പഠിച്ചവനെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവെ പല പ്രയാസങ്ങളെ കൊണ്ടും പലർക്കും പല കടങ്ങളുള്ളവരുണ്ട്. വീട് വെച്ചിട്ട് കടമുള്ളവരുണ്ട്, ബിസിനസ് തുടങ്ങിയിട്ട് കടമുള്ളവരുണ്ട്. എല്ലാവർക്കും കടം വീട്ടാൻ ഖൈറായ രൂപത്തിൽ നീ സഹായിക്കണേ അല്ലാ. ഈ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. പഠിച്ചോനെ ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ജീവിക്കുന്ന കാലഘട്ടം മുഴുവൻ ഇസ്സത്തോടെ ഹിമ്മത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തോടെ ആദർശത്തോടെ ജീവിക്കാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. പഠിച്ചോനെ അവസാനം ഞങ്ങളൊക്കെ മരിക്കണ സമയം സന്തോഷത്തോടെ റാഹത്തോടെ നല്ലൊരു ദിവസം നല്ലൊരു സമയം നല്ലൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് പഠിച്ചോനെ ഞങ്ങളൊക്കെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. അതുപോലെ ഒരുപാട് രോഗികൾ ഞങ്ങളെ കൂട്ടുകുടുംബത്തിലും അറിവിന്റെ പുലരിയിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലുമുള്ളവരുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പഠിച്ചോനെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ആജിലായ കാമിലായ താമായ ശിഫാ നൽകണം റഹ്മാനെ. ക്യാൻസർ, എയ്ഡ്സ് പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് കാവല് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് കാവല് തരണം റഹ്മാനെ. അള്ളാഹുവെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ. എല്ലാവരും ജോലിയിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ നല്ല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഹലാലായ വരുമാനങ്ങൾ നൽകണം റഹ്മാനെ. അള്ളാഹുവെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. വീട്ടിലൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യണം റഹ്മാനെ. ശൈത്താന്റെ പൈശാചികമായ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ കാവല് നൽകണം റഹ്മാനെ. പഠിച്ചോനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പഠിച്ചോനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും അടുത്ത കാലത്ത് തന്നെ പഠിച്ചോനെ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്തോടു കൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.